പുതിനയുടെ ഒരു 3 ബെഡാണ്, തടവാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. പുതിന മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇടയിലെ പച്ചച്ചീര തന്നെ കിളിച്ചു വന്നതാ. ഇതിനകത്തൊന്നും നമ്മൾ ഡെയിലി പുതിന കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ കൊടുക്കും. പുതിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിന നന്നായിട്ട് പടർന്ന് വളരുന്ന ഒരു ഇലയാണ്. പുതിനയ്ക്ക് നിറയെ സ്ഥലം വേണം ഇങ്ങനെ പടർന്ന് വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നട്ട് വളർത്തിയതാണിത്. ഇത് പടർന്നില്ലെങ്കിൽ ഇതിന് ഭയങ്കര കുരുടിപ്പുണ്ടാവും. പടർന്ന് വളർന്നില്ലെങ്കിൽ ഇത് നല്ല കുരുടിപ്പുണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ അടിവളം നമ്മൾ കൊടുക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ജീവാമൃതം, നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും കുറച്ച് പയറുപൊടിയും കുറച്ച് മേൽമണ്ണും കൂടെ ഉണ്ടാക്കി ഇട്ടിട്ട് കലക്കി വെച്ച ജീവാമൃതം ഒരു 3-ാം ദിവസം മുതൽ നമ്മൾ അത് ഉണ്ടാക്കി 3-ാം ദിവസം മുതൽ നമ്മൾ കലക്കി തളിച്ചു കൊടുക്കും. അതും ഇതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ഡെയിലി തളിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ വളർത്തുന്നത്. ഇത് കണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ പടരും. ഇത് അതുകൊണ്ടാണ് നമ്മൾ നല്ല പടർന്ന് വളരാനുള്ള സ്ഥലം നമ്മൾ പുതിനയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പുതിന പടരുന്നത്. ഇതാണ് നോക്കൂ, ഇങ്ങനെ പടർന്ന് മൊത്തം. പിന്നെ ഇടയിലിടയിൽ നമ്മൾ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെട്ടണം. ഇതൊരു ഈ പുതിന സ്പിക്കേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് ആണ്. ഇത് നമ്മൾ IIHR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൻ്റെ ഇനമാണിത്. അവർ പുറത്തിറക്കിയ ഒരു ഇനത്തിൽ നിന്നാണ്. സ്പിക്കേറ്റ എന്നാണ്. അതിൻ്റെ സ്പൈക്ക് പോലെ ഇങ്ങനെ കൂർത്ത ഒരു ഇതുപോലെയാണ് ഇതിൻ്റെ ഇലയുടെ തുമ്പിരിക്കുന്നത്. നിറയെ പിടിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിറയെ ഉണ്ടാവും. ഒരു 3 ബെഡ് മൊത്തം നമ്മൾ പുതിനയാണ് വെച്ചിരിക്കുന്നത്. സ്നേഹം, സന്തോഷം, നന്മകൾ.